പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് 24-ാം തീയതി തിങ്കളാഴ്ചയാണ്. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ അങ്ങയുടെ പ്രാർത്ഥിക്കുന്നത് 39 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ച ഇന്ന് പുതിയൊരു ദിവസമാണ്. ആഴ്ചയുടെ 2-ാമത്തെ ദിവസം. മനുഷ്യന്മാരെല്ലാം അവരുടെ ജീവിത യാപനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ദിവസം, ഓഫീസിൽ പോണ ദിവസം,
കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം എല്ലാം വളരെ പ്രതീക്ഷയുടെ കർത്താവ് ഈ ആഴ്ച ശുഭമാക്കണമേ എന്ന് ഓർത്തുകൊണ്ട് യാചിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന മനുഷ്യർ, ദൂരയാത്രയ്ക്ക് പോകുന്നവർ ആശീർവദിക്കുന്നു. അവിടെ രേഖകളെല്ലാം അവർ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ആശീർവദിക്കുന്നു. അവിടെ വഴിയാത്ര സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാവിധ തടസ്സങ്ങളെയും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ ബന്ധിക്കുന്നു. കർത്താവെ, ഭവനരഹിതരെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുന്നു. കർത്താവെ, വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൽ പല പല കാര്യങ്ങളിൽ അപേക്ഷ വെച്ചിട്ട് ഒരു തീർപ്പും കിട്ടാത്തവരുണ്ട്. ഈശോയെ, ഹൗസ് ലോൺ കിട്ടാത്തവർ, വീടിന് കർത്താവ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ, കർത്താവ് ഓരോരോ കാര്യങ്ങൾക്ക് ഈ നമ്മൾക്ക് റിപ്ലൈ വരാത്തവർ, അങ്ങനെ പല പേപ്പറുകളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർ, അങ്ങനെ എല്ലാവരെയും പെൻഡിങ്ങിലുള്ള വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതെല്ലാം ഈ ആഴ്ച സമയബന്ധിതമായിട്ട് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവ് കൃപാസനത്തിൻ്റെ അമ്മ നിങ്ങളെ സഹായിക്കുകയും സന്ധിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, വഴക്കുള്ള കുടുംബങ്ങൾ, കേസ് കോടതി നിലനിൽക്കുന്നവർ, കേസ് തള്ളിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നവർ, നീതി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവ് എല്ലാം നിൻ്റെ തിരുമനസ്സനുസരിച്ച് നിറവേറാൻ, കാല വിളംബം നിറവേറാൻ എത്ര വേഗം നിറയിടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ അനുഗ്രഹം കിട്ടായ്ക മൂലം പ്രാർത്ഥിക്കാൻ പോലും തോന്നാതെ, പണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്ന മക്കളാണ്, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നണില്ല, അവർ മടിഞ്ഞിരിക്കുന്നു, മനസ്സ് മടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദ്യമങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പൂർത്തിയാക്കിയിട്ട് കർത്താവ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ആ വസ്തുക്കളുമായിട്ട് പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങൾ വിൽക്കുന്നവരെയും സ്ഥലങ്ങൾ വാങ്ങുന്നവരെയും അതിനുവേണ്ടി ശ്രമിക്കുന്നവർ, അവരെല്ലാം കർത്താവ് അവരുടെ യാത്രകൾ ശുഭമാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചില കേസുകൾ പറഞ്ഞു തീർക്കാനും ചില ഭവനങ്ങളിൽ നിന്ന് ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കുന്നവർ, ആ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയകരമാകാൻ വേണ്ടിയും സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിക്കുന്നുവോ, വിഷമിക്കുന്നുവോ, വെന്തുനീറുന്നുവോ, ആ മേഖലയെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നീ വീണ്ടെടുക്കുകയും ചെയ്യട്ടെ. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ പരിശുദ്ധമതേ മാതാവ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ജീവിതത്തെ സന്ധിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരം നയിക്കും. ആമേൻ. എൻ്റെ മക്കളെ, നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിന് 14:9. അതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് നീതിയേക്കാൾ വലുതാണ് കരുണയെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ നീതിയിലാണ് സന്തോഷിക്കുന്നത്, കരുണയിൽ നമുക്ക് സന്തോഷമില്ല. കരുണയുടെ വർഷം കഴിഞ്ഞെങ്കിലും കരുണ കാണിക്കുമ്പോൾ നീതി നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ നീതിയേക്കാൾ ഉന്നതമാണ് കരുണയുടെ ദൈവം കൊടുക്കുന്ന മൂല്യം. കരുണ കാണിക്കുമ്പോൾ അതുപോലുള്ള സന്തോഷം നമുക്ക് തോന്നണം. ആന്തരികമായി നമുക്കൊരു അത് വലിയ കാര്യമായി പോയെന്നുള്ള ആന്തരിക സംതൃപ്തി തോന്നണം. കരുണ സംതൃപ്തിയോടെ കരുണ കാണിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഒരു മൂല്യമാണ്. അതാണ് നമ്മൾ 14:9 വായിക്കുന്നത്. നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. നിനക്ക് ശുഭം ഭവിക്കാൻ എന്ത് ചെയ്യണം? നീ 14:9 എന്താണ്? നീതിയോടും കരുണയോടും കൂടി വർത്തിക്കുകയും വർത്തിക്കുകയും ചെയ്യുക. അപ്പം എങ്ങനെയാണ് കരുണ എന്താണ്, നീതി എന്താണ്, നീതിയേക്കാൾ എങ്ങനെ കരുണ വലുതായിരിക്കുന്നത്, അതിൻ്റെ അനുഭവ തലങ്ങളാണ് ഞാനീ പറയാൻ പോണ കഥ ഇന്ന് നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. പള്ളിക്കയറി തെറി പറയുന്നവനെ, കുർബാനക്കെടുത്ത് നോക്കി കാണിക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് എൻ്റെ കുർബാനക്ക്
കുർബാന ഉയർത്തുമ്പോൾ ഒരുത്തൻ കന്യാസിമാർ ആൾക്കാരെ കുമ്പിടുമ്പോൾ അവർ പൊങ്ങി വരുമ്പോൾ ഇയാൾ മുമ്പിൽ നിന്നൊരു തുണുപോയി കാണിക്കും. 93 ഞാൻ എൻ്റെ ഒരു ഇടവേളയുടെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ആ ചേട്ടൻ എനിക്ക് നല്ലതാണ് സ്വഭാവം അറിയാം, ചേട്ടാ ഇതാണ് പ്രശ്നം. ഈ കന്യാസിമാർ എപ്പോഴും കുർബാന ഉയർത്തുന്ന സമയത്ത് അവർ കുമ്പിട്ട് പൊങ്ങുമ്പോൾ ഇയാൾ നോക്കി കാണിക്കണം. പള്ളിയിൽ നിന്നുണ്ട്, പള്ളിയിൽ നല്ല സമയമല്ലേ, ആളെ ഭ്രാന്തനാണ്, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞതിന് ശേഷം ഞാനത് മറന്നുപോയി. അപ്പോൾ ചേട്ടൻ എന്നാ ചെയ്തെന്നറിയാമോ, എന്നോട് പറഞ്ഞ് അന്ന് തന്നെ പറഞ്ഞായിരുന്നു, അച്ഛൻ വിട്ടല്ലെന്ന് ചോദിച്ച്. ഞാൻ വിട്ടെന്ന് പറഞ്ഞു. കാര്യം ഇത് വൃത്തികെട്ട പരിപാടിയല്ലേ ഇത്. വിട്ടെന്ന് വെച്ച് ഞാൻ പുള്ളിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കൊടുത്താന്നാണ് ചോദിച്ചത്. ഒരു ദിവസം ഞാൻ കുർബാന അർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു, പട്ടേ എന്നൊരു സ്വരം, ഭയങ്കര കാറൽ, ഒരു മനുഷ്യൻ ചാടി വീണ് പുറത്തോട്ട് വീണ് ഓടിപ്പോണ കണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരവടി വെട്ടിയിട്ട് ഇയാൾ ഈ തുറമുഖി കാണിക്കുന്ന ആൾ കന്യാസ്ത്രീ ഞാൻ പറഞ്ഞ കക്ഷി അവിടെ പോയി വടിയുമായിട്ട് അറിയാതെ അവിടെ താമസിക്കുക. അവിടെ ഇപ്പം കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ് 10 കൂടി. ഇത് താക്ക നോക്കിക്കന്നെ ഇവൻ കുർബാനയുടെ ഇടയിൽ ഈ പരിപാടി കാണിക്കുകയും അപ്പം തന്നെ മുതുകത്ത് 2 അടി, അടിപൊളിയായിട്ട് നേട്ടം, മിന്നൽ പിണർ വീടുന്ന അടിയാണ് അടിച്ചത്. അപ്പം എല്ലാവരും പറഞ്ഞു അത് തക്കതായിപ്പോയി, വേണ്ടിയതായി, ചെയ്ത് നന്നായെന്ന് പറഞ്ഞ് ആഘോഷം. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് നീതിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവനോട് അല്ലാത്ത രീതിയിൽ ക്ഷമിച്ച് അതിനെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ അതിന് കരുണയെന്ന് പറയും. കാരണം അവന് പ്രാന്താണല്ല. പക്ഷെ കരുണ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റില്ലല്ല, എനിക്ക് പറ്റില്ല. അന്ന് അടി കൊണ്ടോ കൃത്യം കൊണ്ട് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്താപമുണ്ട്. എന്താ കാര്യം? നീതിയല്ല, എനിക്ക് അന്നിന് അത്രയും ബൈബിൾ അറിയത്തില്ലായിരുന്നു. അവനോട് കാണിക്കേണ്ടിയിരുന്ന കരുണയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. നമ്മുടെ ദൈവം ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നോൻപ് കാലമാണിത്. ദൈവത്തിനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. അപ്പോൾ എല്ലാം കർത്താവ് തന്നെ ശുഭമാക്കി തരും. പ്രേസ്തലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.